നമസ്കാരം, ഞാൻ വിനോദ്. പൈനിയർ സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇത്രയും വലിയ 10 സംഖ്യകൾ നിമിഷ നേരം കൊണ്ട് കൂട്ടാനുള്ള ഒരു കിടിലൻ ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. കേട്ടോ, 97,77,987. ഈ സംഖ്യയുടെ പ്രത്യേകത എന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. 97,77,987, 987, 988, 989, 90, 91, 92, 93, 97, 98, 96. അപ്പൊ ക്രമത്തിലുള്ള 10 സംഖ്യകൾ അല്ലെ. കണ്ടോ, 97,00,000 അല്ല, അത് 987, 988, 989, 990, അങ്ങനെ 10 സംഖ്യകൾ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു 10 സംഖ്യകൾ വരികയും ക്രമത്തിലായിരിക്കുകയും ചെയ്താൽ ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൂട്ടാനോ എഴുതി കൂട്ടുകയോ ഒന്നും വേണ്ട. എളുപ്പവഴി നിമിഷ നേരം കൊണ്ട് ഞാൻ കാണിച്ചു. ഇത് 1, 2, 3, 4, 5 എന്ന് വരുന്നിടത്ത് ഒരു 5 എഴുതുക. ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. അപ്പം കൂട്ടുന്ന എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ കാൽക്കുലേറ്റർ വേണ്ട, എഴുതി കൂട്ടണ്ട, ഒന്നും വേണ്ട. എന്ത് ചെയ്യണം? ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്രമത്തിൽ ഉള്ള 10 സംഖ്യകളായിരിക്കണം. അത് 1 തൊട്ട് 10 വരെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോടിക്കണക്കിനുള്ള സംഖ്യ ആയിക്കോട്ടെ. ഇത് എന്ത് വന്നാലും നമുക്ക് എന്ത് ചെയ്യണം? 1, 2, 3, 4, 5 എന്നുള്ള ഇങ്ങനെ ക്രമത്തിൽ എഴുതിയിട്ട് 5ാമത്തെ സ്ഥാനത്ത് ഈ 5 എഴുതിയാൽ ഈ സംഖ്യ ആയിരിക്കും അതിന്റെ ആൻസർ. ഏതാ? 90. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം, ഇതായിരിക്കും ഉത്തരം. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കാൽക്കുലേറ്റർ വെച്ച്. ഒരു സംഖ്യ ഇവിടെ നമുക്ക് നോക്കാം അല്ലേ. ഇതുണ്ടോ, 85,641. ഇതും കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ക്രമത്തിലുള്ള സംഖ്യ 85,000 ആണ്. ഇതെങ്ങനെയാ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഉത്തരം പറയാം അല്ലെ. ഏതാണ്? 1, 2, 3, 4, 5. ഇവിടെ ഒരു 5 എഴുതിയാൽ മതി പോരെ. ഇതായിരിക്കും ആൻസർ. എങ്ങനെയുണ്ട്? നല്ല ഉഗ്രം വിദ്യയല്ലേ? നമുക്ക് ഒരു കാൽക്കുലേറ്റർ ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഉഗ്രൻ ട്രിക്ക്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നന്ദി.